നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വിനോദത്തിനായി ചൂതാട്ടം ഒഴിവാക്കിക്കൊണ്ട് ചീട്ട് കളിക്കുന്നത് സാംസ്കാരിക അധംപതനമല്ലെന്ന് സുപ്രീം കോടതി. കർണാടക സ്വദേശിയായ ഹനുമന്തയ്യാരപ്പ വൈസിയുടെ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തി, എൻ കോടീശ്വരൻ സിംഗ് എന്നിവരുടെ വിധി. സർക്കാർ പ്രോക്ലൈൻ ഫാക്ടറി എംപ്ലോയീസ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഹനുമന്തയ്യാരപ്പയെ വഴിയരികിലിരുന്ന് ചീട്ട് കളിച്ചതിന്റെ പേരിൽ പോലീസ് വിചാരണ കൂടാതെ പിഴ ചുമത്തിയിരുന്നു. 200 രൂപയാണ് പിഴ ചുമത്തിയത്. എന്നാൽ ക്രിമിനൽ കേസിൽ പിഴ ചുമത്തപ്പെട്ടതിനാൽ സാംസ്കാരിക അധംപതനം എന്ന് ചൂണ്ടിക്കാട്ടി കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം ഹനുമന്തയ്യാരപ്പയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. 2020 ഏറ്റവും ഉയർന്ന വോട്ട് നേടിയാണ് ഹനുമന്തയ്യാരപ്പ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശ്രീ രംഗനാഥ് ബിയാണ് ഹനുമന്തയ്യാരപ്പയ്ക്കെതിരെ പരാതി നൽകിയത്. ഇതേ തുടർന്ന് ഫലം റദ്ദാക്കി. നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഹനുമന്തയ്യാരപ്പ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹനുമന്തയ്യാരപ്പ സ്ഥിരമായി പണം വെച്ച് ചീട്ട് കളിക്കുന്ന വ്യക്തിയല്ല. ചീട്ടുകളി തന്നെ പല വിധത്തിലുമുണ്ട്. എല്ലാ ചീട്ടുകളിയും കുറ്റകരമാണെന്ന് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് വിനോദത്തിനായുള്ള ചീട്ടുകളി സാധാരണക്കാരുടെ വിനോദമാണിതെന്നും കോടതി നിരീക്ഷിച്ചു. ഹനുമന്തയ്യാരപ്പ വിജയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കോടതി പുനഃസ്ഥാപിച്ചു.